പ്രിയവിശ്വാസികളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥനയെ പരിഹസിക്കുന്ന ഇവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്താണ് അവർ ലക്ഷ്യമാക്കുന്നത്? മറ്റെന്താണ് ലക്ഷ്യമാകുന്നത്? നമ്മുടെ ക്രൈസ്തവികത പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ഉപവാസത്തിലുമാണ് നമ്മൾ പൂർത്തിയാക്കേണ്ടത്. അത് സംശയമില്ലാത്ത കാര്യം. മറ്റെന്താണ് നമ്മൾ അതിലൂടെ അതല്ലാതെ നേടാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ അതിരൂപതയുടെ ഈ കുർബാന വിഷയത്തിലും പ്രാർത്ഥന ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് തന്നെയാണ്. അതിലാരും കുറച്ച് കാണേണ്ടതില്ല. പ്രാർത്ഥനാനുഭവം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. ചിലവർക്ക് അത് ഒരു അരോചകമാണ്, ചിലർക്ക് അസഹനീയമാണ്, ചിലർക്ക് വെറുപ്പാണ്, ചിലർക്ക് ജീവന്റെ തുടിപ്പുമാണ് പ്രാർത്ഥന. അങ്ങനെ പല മേഖലയിലുള്ള ആളുകൾ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്. ആത്യന്തികമായി പ്രാർത്ഥന എന്നത് ഒരു ക്രൈസ്തവന്റെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകം തന്നെയാണ്. ആ ഘടകം എന്ന് പറയുന്നത് ബൈബിൾ പറയുന്ന പ്രകാരം പ്രാർത്ഥനയുടെ ദശാംശം സമയം നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ്. ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ 2 മണിക്കൂർ 40 മിനിറ്റ് പ്രാർത്ഥിക്കാൻ നാം ചെലവഴിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോയി 2 മണിക്കൂർ 40 മിനിറ്റ് മുട്ടുകുത്തി നിന്ന് കൈയും പിരിച്ച് പ്രാർത്ഥിക്കണമെന്നല്ല. അതിൽ വിശുദ്ധ കുർബാന, നമ്മുടെ സന്ധ്യാപ്രാർത്ഥന ഉൾപ്പെടെയുള്ള പേഴ്സണൽ പ്രയർ എല്ലാം തന്നെയുണ്ട്. ഈ പ്രാർത്ഥന എന്ന് പറയുന്ന കാര്യത്തെ പരിഹസിക്കുന്നവരോട് ഒരേ ഒരു വാക്ക് പറയാൻ ഉദ്ദേശിക്കുകയാണ്: പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകില്ല. ഇനി മറ്റൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്: പ്രതിഷേധം. അൽമായ മുന്നേറ്റം, AMT അൽമായ മുന്നേറ്റം സഭയ്ക്കെതിരെ, ഏകീകൃത കുർബാനയ്ക്കെതിരെ, ജനാഭിമുഖ കുർബാന വേണമെന്ന് ആഗ്രഹിച്ച് വർഷങ്ങളോളമായി ഇവർ പല വിധത്തിലുള്ള പ്രതിഷേധങ്ങളും യോഗങ്ങളും കൺവെൻഷനും ഒക്കെ സംഘടിപ്പിച്ചു. ഒത്തിരി സംഘടിപ്പിച്ചു. ഇപ്പോഴും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നടത്തിക്കൊണ്ടിരിക്കുന്നു. കുരിയെ തെറിവിളിക്കുന്നു, പിതാക്കന്മാരെ തെറിവിളിക്കുന്നു. പരസ്യമായ ഒരു വൈദികന്റെ ഭാഷയ്ക്കും വൈദിക വൃത്തിക്കും യോജിക്കാനാകാത്ത മ്ലേച്ഛതകൾ പറഞ്ഞ് അവർ സ്വയം അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ: ഇത്രയധികം പ്രതിഷേധങ്ങൾ ഈ കാലഘട്ടം അത്രയും ഈ അൽമായ മുന്നേറ്റം എന്ന സംഘടനയും അവരുടെ വൈദികരും ഈ മനുഷ്യരും നടത്തിയിട്ട് കോടികൾ മുടക്കി അവരിതെല്ലാം ചെയ്തിരിക്കുന്നത്. ചെറിയ തുക കോടികൾ മുടക്കി ചെയ്തിട്ട് ഒരു മുട്ടുസൂചി അനുവദിച്ച് തരാം എന്ന് സഭയുടെ അധികാരികൾ പറഞ്ഞതായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഒരു മുട്ടുസൂചി, ഏറ്റവും ലളിതമായ, അവരൊരു മുട്ടുസൂചിക്കല്ല, അവർ ഉദ്ദേശിക്കുന്ന ഒരു വലിയൊരു പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടാണ് അവര് സമരം ചെയ്യുന്നത്. ഇവരുടെ സമരത്തെ പ്രതി ഇവർ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നല്ലോ, ബഹളങ്ങൾ ഉണ്ടാക്കുന്നല്ലോ, അൾത്താരയിൽ അലങ്കോലം ഉണ്ടാക്കുന്നല്ലോ, വിശുദ്ധ കുർബാനെ അവഹേളിക്കുന്നല്ലോ, അല്ലെങ്കിൽ മാർപ്പാപ്പയെ തെരുവിളിക്കുന്നല്ലോ, ഇവർ പരസ്യമായി ഇത്ര ആളുകളെ കൂട്ടി റാലി നടത്തുന്നല്ലോ, അച്ഛന്മാര് ഇംഗ്ലാബ് സ്ഥാപനത്തിൽ റോഡിലൂടെ വേണം കുർബാന എന്ന് പറഞ്ഞ് നടന്ന് പ്രതിഷേധിക്കുന്നല്ലോ. ഇവർക്കൊരു മുട്ടുസൂചി അനുവദിച്ചു കൊടുക്കാം എല്ലാവർക്കും. ഉണ്ടായിട്ടുണ്ടോ? പറയാമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? കത്തോലിക്ക സഭയുടെ പ്രബോധനം അനുസരിച്ച് ഒരു പ്രതിഷേധത്തിലൂടെയും ആത്മീയ കാര്യങ്ങൾ നേടിയെടുക്കാനാവില്ല. അത് അൽമായ മുന്നേറ്റത്തിനല്ല, സഭയോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന കൂട്ടായ്മകൾക്കും പ്രതിഷേധങ്ങളിലൂടെ ഒന്നും നേടിയെടുക്കാനാവില്ല. ഒരു സംശയവും വേണ്ട. അതെല്ലാം വൃഥാവിലാണ്. ഇതുവരെ നടന്നതും ഇനി നടത്താൻ പോകുന്നതും നടക്കാനിരിക്കുന്നതുമായ പ്രതിഷേധങ്ങളിലൂടെ സഭയുടെ അധികാരികളിൽ നിന്നോ പരിശുദ്ധാത്മാവിൽ നിന്നോ, സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നോ ഒന്നും നേടിയെടുക്കാനാവില്ല. എന്നെ കേൾക്കുന്നവർ ഒന്ന് ഇരുത്തി ആലോചിച്ച് ആത്മശോധന ചിന്തിച്ചു നോക്ക്. ഒരിക്കലും നേടിയെടുക്കാനാവില്ല. നമുക്ക് വേണ്ടത് ഒരു ആത്മീയ നേട്ടമാണ്. വിശുദ്ധ കുർബാന എന്ന കൂദാശ ഈ ലോകത്തിലെ കത്തോലിക്ക സഭയിലുള്ളതിൽ വെച്ച് ഏറ്റവും വിശുദ്ധമായ പ്രാർത്ഥന, സഭ അനുശാസിക്കുന്ന വിധം മാർപ്പാപ്പ അംഗീകരിച്ച്, സിനഡ് അംഗീകരിച്ച്, മാർപ്പാപ്പ അനുവദിച്ച് ആശീർവദിച്ച് തന്ന കുർബാന ലഭിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി തെരുവിലും സോഷ്യൽ മീഡിയയിലും അടച്ചിട്ട മുറികളിലും നമ്മുടെ ആലോചനകളിലൊന്നും നമുക്കൊന്നും അനുവദിച്ച് കിട്ടാൻ പോണില്ല. എന്നാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിട്ട് അവരുടെ മധ്യ ഞാനുണ്ട് എന്ന് പറഞ്ഞ കർത്താവിന് ഒരു കൂട്ടായ്മ അനുഭവത്തിൽ, ഒരു പ്രാർത്ഥനാ അനുഭവത്തിൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ സാധിച്ചു തരാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് പ്രാർത്ഥന എന്നതിനെ
പുച്ഛിക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്നവരോട് ഒരേ ഒരു അപേക്ഷ, കാല് പിടിച്ചുള്ളൊരു അപേക്ഷ പറയുകയാണ്. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ നാവിൽ നിന്ന് വീഴല്ലേ. നിങ്ങൾ വന്നിക്കേണ്ട. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ വാക്കുകളിലൂടെ ഇത്രയും വലിയ പാതകം പറഞ്ഞു കൂട്ടരുത്, ഒരിക്കലും കൂട്ടരുത്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്, ഒരു പ്രാർത്ഥന കൂട്ടായ്മ അല്ലെങ്കിൽ പ്രാർത്ഥന ആഗ്രഹിച്ചാൽ, അനൗൺസ് ചെയ്താൽ ഉടനെ അതിനെതിരായിട്ട് പ്രാർത്ഥിച്ച് മടുത്തു, ഇനി പ്രവൃത്തി മതി. എന്നാൽ എന്തുകൊണ്ടാണ് ഈ പ്രവർത്തിക്കാൻ ആളില്ലാത്തത്? പ്രാർത്ഥനയിലൂടെ ശക്തി പ്രാപിച്ചാലേ പ്രവർത്തിക്കാൻ ഊർജം ലഭിക്കും. അത് പ്രത്യേകിച്ച് സഭാപരമായ കാര്യങ്ങൾക്ക്. ഒരു രാഷ്ട്രീയ പാർട്ടി ആഹ്വാനം ചെയ്യുന്നത് പല പ്രതിഫലങ്ങളും മോഹിച്ചിട്ടും അവർ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുമാണ്. അവിടെ ആൾ വരും. കാരണം പോയാലും ഇല്ലെങ്കിലും, പോയി അടി കൊണ്ടാലും ഇല്ലെങ്കിലും അവർക്കത് ലഭിക്കുക തന്നെ ചെയ്യും. എന്നാൽ പ്രാർത്ഥനയിൽ ലഭിക്കുമെന്ന് പറയുന്നത് അദൃശ്യമായതുകൊണ്ട്, കാണാനാകാത്തതുകൊണ്ട്, ലഭിക്കുന്നത് തിരിച്ചറിയാത്തത് കൊണ്ടും നമ്മൾ പലപ്പോഴും അതിനെ അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ്. ഒന്ന് സ്വയം ആത്മശോധന ചെയ്ത് ഒന്ന് പരിശോധിച്ചറിഞ്ഞ്, സ്നേഹത്തിലാണ് സഭയെ, പരസ്പര കൂട്ടായ്മയിൽ സ്നേഹത്തിലെ സഭയെ പടുത്തുയർത്തിയിരിക്കുന്നത്. സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, ഒരു വ്യക്തിയല്ല, മാർപ്പാപ്പയല്ല. പരിശുദ്ധാത്മാവാണ് മാർപ്പാപ്പയിലൂടെ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലധികം വലിയ പ്രതിബന്ധങ്ങൾ വന്നിട്ട് സഭ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും അതിനെ മറികടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രാർത്ഥനയെ അവഹേളിക്കരുതേ എന്ന കാലു പിടിച്ചുള്ള അപേക്ഷയോടെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.